ഹലോ, ഇന്ന് ഞാനൊരു തകർപ്പൻ ഫേസ് പാക്കായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ടാൻ അടിച്ച് പണ്ടാറടങ്ങിയവർക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് എപ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും യൂസ് ചെയ്യുന്ന ഫേസ് പാക്കാട്ടോ. ഇതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഭയങ്കര പൈസയൊന്നും എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കണം, വലിയ പൈസയൊന്നും കൊടുത്ത് വാങ്ങാൻ മാത്രമുള്ള സാധനമൊന്നുമല്ല കേട്ടോ. നമ്മൾ പാവങ്ങൾ, നമ്മൾ വലിയ പൈസ ഒന്നും കൊടുത്ത് സാധനങ്ങൾ വാങ്ങി നമ്മൾ ബ്യൂട്ടി കെയർ ഒന്നും ചെയ്യാറില്ലാത്ത ആൾക്കാരാണ്. ഭാവിയിൽ അങ്ങനെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ആവുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് പാക്ക് ഇടുന്ന മുന്നേ തന്നെ കഥാപ്രസംഗം നിർത്തിയിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. സെറാവിയുടെ ഫേസ് വാഷ് ഇട്ടിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ആകുമ്പം എല്ലാ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പ്രഗ്നൻസി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് പാക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകുക. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുളിക്കുന്ന മുന്നേ ഇട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു ലോഡ് അഴുക്കുണ്ടാവും കേട്ടോ. അങ്ങ് ഫുള്ള് ബസ്സിലൊക്കെ വരുന്ന കാരണം ഫുള്ള് ചെളിയും അതും ഇതും എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ കൈ നല്ലപോലെ കഴുകിയിട്ട് വേണം നമ്മൾ എന്താക്കുക, ഫേസൊക്കെ ഒന്ന് കഴുകാൻ കേട്ടോ. അപ്പം നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഫേസ് എപ്പോഴും നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതൊക്കെ നമ്മളെ ഫേസിൽ ഗുണം ചെയ്യുള്ളൂ, ദോഷം ചെയ്യില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ മായിച്ച് കളയുന്നില്ല. അതെൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു അടയാളമാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റേതല്ല, ഒട്ടുമിക്ക പെണ്ണുങ്ങളെയും കോൺഫിഡൻസ് ലിപ്സ്റ്റിക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ മായിച്ച് കളയുന്നില്ല കേട്ടോ. കിടിലം കളറല്ലേ, നല്ല അടിപൊളി ഷെയ്ഡല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. അപ്പം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഫേസൊക്കെ വാഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ ഫേസൊക്കെ വാഷ് ചെയ്ത് തുടച്ചങ്ങ് എടുക്കുക കേട്ടോ. തുടയ്ക്കാൻ വലിച്ച് തുടയ്ക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ ചെയ്യണ പോലെയൊക്കെ തുടച്ചാൽ മതി. നല്ല നൈസ് ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഈ ഫേസ് പാക്ക് പണ്ട് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ. പണ്ട് തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാതൊക്കെ ഇരിക്കാറുണ്ട്. ബട്ട് ഇപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഫേസ് പാക്ക് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ടാൻ അടിക്കാൻ, ഈ പ്രഗ്നൻ്റൊക്കെ ആയിരിക്കുമ്പോഴേക്കും എങ്ങനെയായാലും ഇച്ചിരി കരിവാളിപ്പൊക്കെ വരും. പിന്നെ വെയിലത്തും കൂടെ പോകുന്നതുകൊണ്ട് നല്ല സുഖമായി കരിവാളിപ്പ് വരും. അപ്പോൾ നമ്മൾ ബഞ്ചാരസിൻ്റെ ഒരു മുൾട്ടാണി മിട്ടി ഓറഞ്ച് പൗഡർ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ബഞ്ചാരസിൻ്റെ തന്നെ എന്താക്കണം, നമ്മൾ റോസ് വാട്ടറും കൂടെ മേടിക്കണം കേട്ടോ. ഇത് രണ്ടും മതി. ഇതിന് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നല്ലപോലെ യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് കുരു വരുന്ന കാരണം ഞാൻ അതിനകത്ത് തൈരും അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പേടിയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഫേസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നീറ്റിലും പുകച്ചിലൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ എനിക്ക് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് നല്ലപോലെ പണി കിട്ടും. പക്ഷേ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. റോസ് വാട്ടറും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വെള്ളത്തിൽ കലക്കിയിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കലക്കി മിക്സ് ചെയ്തിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം മുൾട്ടാണി മിട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാലോ. പണ്ട് തൊട്ടേ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പം പണ്ട് തൊട്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. സോ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ധാത്രീൻ്റെ ഒരു ഫേസ് പാക്ക് ഉണ്ട്, അതും അടിപൊളിയാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചന്ദനം, മഞ്ഞൾ, ഇങ്ങനത്തെ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യുമ്പം എനിക്ക് വലിയ പ്രശ്നമല്ല. പ്രത്യേകിച്ച് ഈ ബഞ്ചാരസിൻ്റെ മുൾട്ടാണി മിട്ടിയിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇതിനകത്ത് വലിയ മായങ്ങളൊന്നും ചേർക്കാൻ ഒരു ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ളൊരു അനുഭവം. അപ്പം നമ്മൾ മുഖത്ത് മാത്രം തേച്ച് കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആ കഴുത്തിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. കഴുത്തില്ലെങ്കിൽ കരിഞ്ഞിരിക്കും, മുഖം കുറച്ച് വെളുത്തിരിക്കും. എൻ്റെയൊക്കെ അവസ്ഥ അതാണ്. ഞാൻ എന്ത് ചെയ്താലും കഴുത്തിലൊന്നും ചെയ്യൂല. സൺസ്ക്രീന് പോലും ഞാൻ മിക്കപ്പോഴും ഞാൻ മുഖം മാത്രം നോക്കും. അപ്പോൾ രണ്ട് ഷെയ്ഡായിട്ടിരിക്കും. നമ്മളത് തേച്ച് ഉണക്കാനിടുക. കുറച്ച് നേരം തുണി ഉണങ്ങാൻ ഇടുന്നത് പോലെ അയലത്ത് നിൽക്കുന്ന പോലെ അങ്ങ് ഉണക്കാൻ ഇട്ടേക്കുക. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് ഒരു 10.5 മണിക്കൂറൊന്നും ഒരിക്കലും നമ്മൾ ഫേസ് പാക്ക് ഡ്രൈ ആകാൻ വെക്കരുത് കേട്ടോ. നമ്മളുള്ള ഓയിൽനെസ് ഒക്കെ ഇതെല്ലാം വലിച്ചെടുക്കും. പിന്നെ ഇത് കുറച്ച് ഓയിലിൻ്റെ ഇതൊക്കെ കുറയ്ക്കുന്ന സാധനങ്ങളാണല്ലോ മുൾട്ടാണി മിട്ടിയൊക്കെ. ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി, ഞാനത് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കണമെന്ന്. അപ്പം ഇന്ന് ഞാൻ വന്നപാട് ബിരിയാണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേസ് പാക്ക്. ഇന്നെന്തായാലും ഞാൻ ഫേസ് പാക്ക് ഇടണമെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് ടാനൊക്കെ അടിച്ചപ്പോൾ എന്തായാലും ഇടണമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ ബീഫ് ബിരിയാണി കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചാലേ അറിയുള്ളൂ ആ സ്മെല്ലിനുള്ള ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്.
അപ്പം നമ്മൾ ആ ഒരു സമയം കൊണ്ട് വല്ല പഴം തിന്നുകയോ ചായ കുടിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ സമയം കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉണങ്ങി കിട്ടും. നമ്മൾ അതും നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു 10-15 മിനിറ്റ് കുറച്ച് ഉണങ്ങി കഴിഞ്ഞ പാടും നമുക്ക് ഫേസ് വാഷ് ചെയ്യുന്ന കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ മുടി ഒടുക്കത്തെ കൊഴിച്ചിലായിരുന്നു കേട്ടോ. ഇപ്പം ഞാനൊരു ഓയിൽ യൂസ് ചെയ്തപ്പോഴേക്കും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാട്ടെ. ഈ കോഴിവാലും മുടിയും വെച്ചുകൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ, അത് കാരണമാണ് ഞാൻ വീഡിയോയിൽ ഓയിൽ കാണിക്കാത്തത്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മുടി കട്ടി വെക്കുകയാണെങ്കിൽ ഇടാം. അപ്പം ഞാൻ ഫേസ് പാക്ക് ഞാൻ കഴുകി കളയുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം എന്താ പറയുക, ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യല്ല, ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ട് മസാജ് ചെയ്യുക. അങ്ങ് ഉരയ്ക്കണ്ട, ചകിരി ഇട്ട് ഉരയ്ക്കുന്ന പോലെ ഫേസ് ഉരച്ചിട്ടൊന്നും ഒരിക്കലും കഴുകരുത്. നമ്മളെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് എല്ലാ സ്കിന്നിനേക്കാളും ഒന്നും കൂടെ സോഫ്റ്റ് ആക്കി പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. കിടന്ന് ഉരച്ച് റാഷ് ആക്കരുത് കേട്ടോ. മെല്ലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം ഈ പാക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കളയാൻ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വൃത്തികെട്ട ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ലൈവായിട്ട് തന്നെ ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ നുണ പറയാന്നൊന്നും പറയണ്ട. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മളെ ഫേസിൽ ഭയങ്കര വെളുത്ത് തുടുക്കും, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്ക് കുറേയൊക്കെ ടാനൊക്കെ റിമൂവ് ആവും കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്നിൽ ഇപ്പോഴും പാടും കുത്തും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടത് കാരണമാണ് നിങ്ങൾക്കത് അധികം മനസ്സിലാവാത്തത്. അങ്ങനെ പളുങ്ക് പോലെ ഇരിക്കുന്ന സ്കിന്നല്ല, എന്നാലും കുറേയൊക്കെ ബെറ്ററാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് പാടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം ഞാൻ മുഖം വാഷ് ചെയ്തും കൂടെ കളഞ്ഞല്ലോ. നമുക്ക് ആ സൺസ്ക്രീനും എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ പോകുമ്പോൾ തന്നെ നോർമലി നമ്മളെ ഫേസ് എങ്ങനെയാണോ അതുപോലെ ആവുമല്ലോ. പിന്നെ ലൈറ്റിൻ്റെ എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അങ്ങ് അടിപൊളിയായിട്ട് ഈ ഫേസ് പാക്ക് ഇട്ടാടും വെളുക്കുന്നു, അങ്ങനെ ഒരിക്കലും ഒരു ഇതും അങ്ങനെ വെളുപ്പിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മൾ ഡള്ളായിരിക്കുന്ന സ്കിന്നിനെ ഒന്ന് ഉണർത്താം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടി യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കഴുത്തിലുള്ളതൊക്കെ ഞാൻ ഇനി കുളിക്കുമ്പോൾ ഞാൻ റിമൂവ് ചെയ്തോളാം. ഇപ്പം ഞാൻ എൻ്റെ വാഷ് ബേസിൻ്റെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ കഴുത്തും കൂടെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് സെബാമെഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു കിടിലം മോയ്സ്ചറൈസറാണ്. സാധാരണ എന്ത് മോയ്സ്ചറൈസർ തേച്ചാലും എനിക്ക് പണി കിട്ടാറുണ്ട്. പക്ഷേ ഇത് കുറേ നാളായിട്ട്, ഇത് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇത് ബേബീസിനൊക്കെ ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസറാണ്. സോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ, കുറച്ച് ഡ്രൈ സ്കിന്നുള്ളവർ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഭയങ്കര ഓയിലിയുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ തേക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഫേസിൽ മോയ്സ്ചറൈസർ തേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഡ്രൈ ആയി തോന്നിയാൽ മാത്രമേ ഞാൻ ഫേസിൽ ഇങ്ങനത്തെ ക്രീം യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ ചിലവും ഇല്ല, അതുപോലെ ഒരുപാട് നല്ല വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, തുരാന്ന് കുരു ഉള്ളവർ ദയവ് ചെയ്തിട്ട് ഫേസ് പാക്കൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ആദ്യം കുരുവൊക്കെ ഒന്ന് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്ത് ട്രൈ ചെയ്താൽ അതില്ലെങ്കിൽ സ്കിന്നിൽ പണി കിട്ടും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർ ഒഴിവാക്കിയേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.